അങ്ങനെ നമ്മുടെ ഒരു മാസം ഫുള്ള്, അതായത് നമ്മുടെ ഫെബ്രുവരി മാസത്തിൽ ഒരുപാട് അച്ചീവേഴ്സും ഒരുപാട് സന്തോഷം കാണുമ്പോൾ തന്നെ അവരുടെ മുഖം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ചീവേഴ്സിന്റെ ഒക്കെ ലീഡർ ആയിട്ടുള്ള ബീനമണിനെ വിളിക്കാം. ഓക്കെ, ബീനെ, ബീനയുടെ താങ്ക് യു ചേച്ചി. ടീമിലത്തെ ആൾക്കാരെ എനിക്ക് ഓരോരുത്തരുടെ ഉം. പരിചയപ്പെടുത്തിക്കോ. നല്ല സ്ട്രോങ് കുറച്ച് മെഡിക്കലായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പം കുറച്ച് പേര് ഈ മാസം ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു, കുറച്ച് പേര് സീനിയർ ഡയറക്ടർ ക്വാളിഫൈ ചെയ്തു. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ ഒരു സാറിന്റെ ട്രെയിനിങ്ങിലൊക്കെ പറയുന്ന പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വന്നപ്പോഴത്തേന് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അപ്പൊ ഈ മാസം എൻ്റെ ടീമിൽ 2 ഡയറക്ടറും 2 സീനിയർ ഡയറക്ടറുമാണ് ക്വാളിഫൈ ആയിട്ടുള്ളത്. അപ്പം കൃത്യമായ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് ഇവരെല്ലാം. ഓൺലൈൻ മീറ്റിങ്ങും ഓഫ്ലൈൻ മീറ്റിങ്ങുകളും എവിടെ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് പോവുകയും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ്. അപ്പം എൻ്റെ ടീമിൽ ക്വാളിഫൈ ആയിട്ടുള്ള മോഹിനി ചേച്ചിയെ ഞാൻ വിളിക്കാം. അപ്പം ചേച്ചി 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ചേച്ചി സൂപ്പർ, കൺഗ്രാജുലേഷൻ ചേച്ചി. ഓക്കെ, താങ്ക് യു ചേച്ചി മോദിക്ക് വരാനുള്ള എങ്ങനെയാണ് വന്നത്? ചേച്ചി എന്ത് ചെയ്തിട്ട് എന്റെ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെയാണ് വിജയിക്കാൻ പറ്റിയതെന്ന് ചേച്ചി പറയണേ. പറയാം. ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. എന്റെ നാത്തൂന്നെ സുഭദ്രയാണ് എന്നെ വന്ന് ഞാൻ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി. പിന്നെ ഞാൻ അങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങ് വേറഞ്ഞു പോകേണ്ടി വന്നു. അങ്ങനെ 6 മാസം. പക്ഷെ 6 മാസവും ഞാൻ പ്രോഡക്റ്റ് എടുത്ത് ഞാൻ ലോയൽറ്റി വാങ്ങിച്ചു. പക്ഷേ എങ്കിൽ 10-30 പേര് കൂടുതൽ എൻ്റെ താഴെ ജോയിൻ ചെയ്ത്, കുറച്ച് പേരെല്ലാം പൊഴിഞ്ഞു പോയി. എങ്കിലും എനിക്കൊരു വാശിയായിരുന്നു. പുതിയ പുതിയ ആളുകളിലോട്ട് പോയി എനിക്ക് ഇതിൽ തന്നെ വർക്ക് ചെയ്ത് നല്ല ഒരു വരുമാനം ഉണ്ടാക്കുകയും നല്ല ഒരു കൂട്ടായ്മ, നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരാൾക്ക് എന്തെങ്കിലും ഇതാണെങ്കിൽ നമ്മളെ വിളിച്ചന്വേഷിക്കുകയും, പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത 2-3 മാസം കൊണ്ട് ഞാൻ ഫോണിലൂടെ വിളിക്കുകയും, എന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വീടുകളിൽ പോയി ആൾക്കാരെ കാണുകയും ഒക്കെ ചെയ്ത്, പിന്നെ മെസ്സേജ് അയച്ചും സ്റ്റാറ്റസ് ഇട്ടും അങ്ങനെ ഇത്രയും ഇപ്പൊ ഈ പ്രാവശ്യം 392 PV എടുക്കാൻ പറ്റി എനിക്ക്. ഇനി അടുത്ത ഈ മാർച്ചിൽ ഇതിലും കൂടുതൽ വർക്ക് ചെയ്ത് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ താഴെയുള്ളവരെയും മുകളിലുള്ളവരും എല്ലാം പ്രവർത്തിച്ച് നല്ല നിലയിലെത്തണം. എല്ലാവരും നമുക്ക് വർക്ക് ചെയ്യാമെങ്കിൽ എന്തായാലും ഒരു പ്രയോജനമാണ്. ഞാൻ ജോലിക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ പ്രയോജനം ഇതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ടുള്ള ഇതിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വിജയം നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ താഴെയുള്ളവരെല്ലാം പൊഴിഞ്ഞു പോയിട്ടും ഞാൻ അവരെയൊക്കെ ഒരുപാട് ഫോളോ അപ്പ് ചെയ്ത് തന്നിട്ടൊന്നും അവർ പ്രവർത്തിക്കാഞ്ഞപ്പോൾ ഞാൻ പുതിയ പുതിയ ആൾക്കാരിലോട്ട് പോയി. പിന്നെ അങ്ങനെ നല്ലൊരു, അതുപോലെ ഇതിനകത്തിലെ സപ്ലിമെന്റുകളെല്ലാം നല്ലതാണ്. എൻ്റെ മോന് നേഴ്സാണ്, മരുമോള് നേഴ്സ്. ആദ്യമല്ല അവരെന്നെ എതിർത്തതാണ്, കഴിക്കരുതെന്നും പറഞ്ഞു. ഇപ്പൊ ഞാനതെല്ലാം ഇട്ടു കൊടുക്കും ഫോണിൽ. അങ്ങനെ അവരതെല്ലാം വായിച്ചിട്ട് അവർ പറയും ഇനി അമ്മ കഴിച്ചോളാൻ. ഇപ്പൊ വന്നപ്പോഴും പറഞ്ഞു ഇതൊക്കെ എന്താ അമ്മയ്ക്ക് കഴിക്കണം, നല്ല സാധനമാണ്. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് അവരെല്ലാരും എല്ലാ പ്രോഡക്റ്റും കൊണ്ടുപോയി. 10-35,000 രൂപയുടെ പ്രോഡക്റ്റ് ഞാൻ ഒരേ പ്രാവശ്യം മേടിച്ചു വെച്ചിരുന്ന എല്ലാം കൊണ്ടുപോയി. എല്ലാരും നമ്മുടെ കൂട്ടായ്മയാണ് ഏറ്റവും നല്ലത്. സൂദ്ര എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടാനും ഇത്രയും നല്ലൊരു നിലയിലെത്താനും പറ്റി. താങ്ക് യു മാഡം, താങ്ക് യു ടീം. താങ്ക് യു ചേച്ചി, സൂപ്പർ സൂപ്പർ ചേച്ചി. ഇനി നെക്സ്റ്റ് നമ്മുടെ എയിം എന്തായിരിക്കണം? മെയിലുള്ള നമ്മുടെ ലീഡേഴ്സ് സമ്മിറ്റില് നല്ലൊരു ലെവൽ എത്തിയിട്ട്, ചേച്ചിയുടെ ആഗ്രഹം എന്താണോ ആ ലെവലിൽ എത്തി ചേച്ചി ആ സ്റ്റേജിൽ കയറിയിട്ട് പ്രൈസ് വാങ്ങുന്നത് എപ്പോഴും ചേച്ചി മനസ്സിൽ കാണണം. അപ്പൊ ചേച്ചി എന്തായാലും നടക്കുന്നു. ടീമിലെ സ്ട്രോങ് ലീഡറാണ് ആശയുടെ ചേച്ചിയാണ് ഗീതമ്മ ചേച്ചി. ഗീതമ്മ ചേച്ചിയോട് കുറെ നാൾ കൊണ്ട് ആശ ഇങ്ങനെ പറയുകയും സപ്ലിമെന്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരം പറഞ്ഞ ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ല, ഒരു സാധനങ്ങളും കഴിക്കുന്നില്ല, മൊത്തം എതിർപ്പാണെന്ന് പറഞ്ഞ് നിന്ന ചേച്ചിയാണ് പിന്നെ കാലൊടിഞ്ഞൊരു സുഖമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും പിന്നെ ചേച്ചിയെ പെയ്യെ പെയ്യെ നമ്മുടെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ചേച്ചി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചേച്ചി പിന്നെ പെയ്യെ പെയ്യെ ബിസിനസ്സിലോട്ട് വരാൻ തുടങ്ങി. അതായത് ഓൺലൈൻ മീറ്റിങ്ങുകളും ഓഫ്ലൈൻ മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ ഒരു നിർബന്ധവും ഇല്ലാതെയാണ് ചേച്ചി ഓരോ സ്ഥലങ്ങളിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വിജയമാണ് ചേച്ചിക്ക് ഇപ്രാവശ്യം ഉള്ളത്. ഡയറക്ടർ ആയിട്ടുണ്ട്. എല്ലാം ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചേച്ചി ഡയറക്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ സീനിയർ ഡയറക്ടറും പ്ലാറ്റിനും ഒക്കെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ചേച്ചിയെ ക്ഷണിക്കുന്നു. ചേച്ചിയുടെ എക്സ്പീരിയൻസ്. എല്ലാവർക്കും നമസ്കാരം.
ഞാനൊരു പിന്നെ എന്റെ അനിയത്തിയാണ് ഇതിനകത്ത് മോദി കെയറിലേക്ക് കൊണ്ടുവന്നത്. ആദ്യമൊന്നും പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം എനിക്ക് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് ഒരു ജോലി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പോകും. ഞാൻ പറയും എനിക്ക് നേരമില്ല ഇതിനകത്തൊന്നും വരാനായിട്ട്, നീ തന്നെ പൊയ്ക്കോ, നീ തന്നെ ചെയ്തോ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ കുറച്ച് നാള് ഇതിനകത്ത് എനിക്ക് പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുവച്ചിട്ട് ഞാനത് കഴിക്കത്തില്ല. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട, എന്താന്ന് പോലും അറിയാൻ മേലെ അതങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ എനിക്ക് റിട്ടയർഡ് ആയി കഴിഞ്ഞ ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ അങ്ങനെ കിടന്നപ്പം എനിക്ക് പിന്നെ അതിനകത്തൊക്കെ മീറ്റിംഗിൽ കയറി ഡോക്ടറൊക്കെ പറയുന്നതും പിന്നെ അല്ലാതെ ഈ പ്രോഡക്റ്റ് മീറ്റിംഗ് ഒക്കെ പ്രത്യേകം ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം കേട്ട് വച്ചപ്പം എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി. നമ്മളപ്പോ ആദ്യമായിട്ട് ഒരാളോട് ചെന്ന് ചോദിക്കുമ്പോഴേ എന്നെ കണക്കായിരിക്കുമല്ലോ, ആദ്യം എതിർപ്പ് പറയും. പിന്നെ അത് അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അങ്ങ് ചേരും. പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നല്ലതാണ്. അപ്പൊ എല്ലാവരും അതിനകത്ത് മേടിക്കാനൊക്കെ തോന്നും. ഒരാൾ മേടിച്ചു കഴിയുമ്പോൾ അടുത്ത ആളിനോടൊക്കെ പറയും ഇത് നല്ലതാണ്. അങ്ങനെയാണ് ഞാനിപ്പോ ഇതിനകത്ത് വരികയും ഞാൻ ഈ പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കാനും, ആദ്യം എനിക്ക് ഈ പ്രോഡക്റ്റിന്റെ ഇതൊന്നും എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇത് ഞാൻ മീറ്റിംഗ് കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. 2 നേരം മീറ്റിംഗ് കൂടണം എന്നെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാൻ ഇതിനകത്ത് മുന്നോട്ട് വന്നു. ഇപ്പൊ ഞാൻ എല്ലാവരെയും അറിയുന്നവരെയൊക്കെ ഫോൺ ചെയ്തും പിന്നെ എല്ലാവരെയും നേരിട്ട് കണ്ടുമൊക്കെ കൊടുത്തിട്ട് എല്ലാവരും ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങി. എല്ലാവരും നല്ലതാന്ന് പറയുന്നുണ്ട്. പിന്നീടും വന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറയാതെ തന്നെ അവര് തീരുമ്പോ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഈ മിനിഞ്ഞാന്ന് എന്നോട് ഒരാൾ പറഞ്ഞു എന്റെ സപ്ലിമെന്റ് തീർന്ന് എനിക്ക് വേണമെന്ന്. അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരോടും എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്, നല്ലതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇതിനകത്ത് അവർ ആദ്യം കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും അയ്യോ ഇത് ഭയങ്കര വിലയാണല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ സൂപ്പർ മാർക്കറ്റിനേക്കാളിലും ഒക്കെ നല്ല വില കുറവുണ്ട്. നിങ്ങൾ ഈ വിലയാണെന്ന് നിങ്ങൾ മേടിച്ചു നോക്കിയാലല്ലേ അറിയത്തുള്ളൂ, ഗുണമുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ മേടിക്കാൻ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം മേടിച്ചവര് രണ്ടാമത് വന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ മേടിച്ച് എനിക്ക് ഇപ്പൊ ഇതിനകത്ത് മോദി കെയറിൽ നന്നായി പ്രവർത്തിക്കണമെന്നും ഇച്ചിരിയും കൂടെ നന്നായി പ്രവർത്തിച്ച് എല്ലാവരോടും സംസാരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം. മീറ്റിംഗിൽ എല്ലാവരെയും കാണുകയും എല്ലാവരെയും ഈ അഭിമുഖത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ദിനചര്യ പോലെയാണ് ഇപ്പം. നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പെട്ടെന്ന് ഇതിനകത്ത് ചേർന്ന് മീറ്റിംഗ് കൂടണമെന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. ഇപ്പൊ ദിവസവും ഇങ്ങനെ ചെയ്യണമെന്നൊരു തോന്നൽ വന്നിരിക്കുക. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. സൂപ്പർ ചേച്ചി. ഇതാണ് സാധാരണക്കാരുടെ വിജയം എന്ന് പറയുന്നത്. ഇതാണ് ചേച്ചിക്ക് നന്നായിട്ട് ഇതിൽ വലിയ വലിയ ഇതിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലീഡർഷിപ്പ് സമ്മിറ്റില് ചേച്ചി നല്ലൊരു ലെവലിലായിട്ട് ചേച്ചിയും സ്റ്റേജിൽ കയറി ഒരു റെക്കഗ്നേഷൻ ഒക്കെ ഉണ്ടാവുന്നത് ചേച്ചി മനസ്സിൽ എപ്പോഴും കാണണേ. അത് നമ്മൾ മനസ്സിൽ കണ്ടാലും നമുക്ക് ശരിക്കും അത് ആക്ച്വലി ഉണ്ടാവുള്ളൂ അത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ബീനയെ പറ്റി പറയാണ്ട്. താങ്ക് യു. ബീനയുടെ കാര്യം പറയേണ്ട വയ്യ. ബീന ശരിക്കും ഇത്രയധികം തിരക്കായിട്ട് പോലും ബീന എന്താ പറയാ, ടീമിന് വേണ്ടി നിൽക്കാന്ന് പറയില്ലേ, എല്ലാ കാര്യം ചെയ്യാൻ റെഡിയാണ് ബീന. അതാണ് ബീനയുടെ ഗ്രോത്തിന്റെ സീക്രട്ട്. ബീന അടുത്ത ലീഡർ ഉണ്ട്, നമ്മുടെ രേണു ചേച്ചി. എന്നും രാവിലെ ചിരിച്ചു വരുന്ന ചേച്ചിയുണ്ട്. ചേച്ചി നമുക്കൊന്ന് വിളിക്കാം. അടുത്ത ഒരു സ്ട്രോങ് ലീഡറാണ് രേണു ചേച്ചി. രേണു ചേച്ചി ഏകദേശം ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ട്. പിന്നെ എല്ലാ മീറ്റിങ്ങുകളിലും രാവിലെ എണ്ണിച്ച് ചേച്ചിയുടെ ദിനചര്യ പോലെ തന്നെ രാവിലെ ചിരിച്ച മുഖമായിട്ട് നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ രാവിലെ 6:30 മീറ്റിങ്ങിന് വരും. പിന്നെ അതുപോലെ ഓഫ്ലൈൻ മീറ്റിങ്ങിലും വൈകിട്ടത്തെ മീറ്റിങ്ങുകളിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ എല്ലാ കായംകുളത്തെ പ്രോഗ്രാംസിലാണെങ്കിലും തൃശ്ശൂരത്തെ പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ ആദ്യമൊക്കെ നമുക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ കുറച്ച് സപ്പോർട്ട് കുറവൊക്കെ ആയിരുന്നു. പക്ഷേ ചേച്ചി അതിനൊക്കെ ഓവർകം ചെയ്ത് എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ജിഷാസാന്റെ ഒക്കെ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ചേച്ചിക്ക് ഇപ്പം നല്ലൊരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ ആയി. അപ്പൊ അതിന്റെ ഒരു വിജയമാണ് ചേച്ചി. കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യമൊക്കെ വിജയം കുറവായിരുന്നു. പക്ഷെ ചേച്ചിയുടെ പിടിച്ചു നിൽപ്പാണ് ചേച്ചി ഇത്രയും ഒരു വലിയ വിജയത്തിലോട്ട് പെട്ടെന്ന് എത്തിച്ചത്. നല്ലൊരു ഇൻകം ചേച്ചിക്ക് ഡയറക്ടർ ആയപ്പോൾ തന്നെ 8,500 മുകളിൽ ചേച്ചിക്ക് ഇൻകം കിട്ടി. അപ്പം ഇപ്പൊ ഈ മാസം SD ആണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പം ആക്ഷണബിൾ ആയിട്ട് പ്രവർത്തിച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയ ഒരു വിജയം അതിൽ നിന്ന് ഉറപ്പാണെന്നുള്ളത് ചേച്ചി തെളിയിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി, രേണു ചേച്ചി. കൺഗ്രാറ്റുലേഷൻ, സൂപ്പർ ചേച്ചി. പറയൂ ചേച്ചി, ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയും. ഗീതമ്മ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു വിജയത്തിന്റെ കൽപ്പടി എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ ഈ മീറ്റിംഗ് തന്നെയാണ്. നമ്മളെവിടെ പിടിച്ചു നിർത്തുന്നത് മീറ്റിംഗ് തന്നെയാണ്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു വിജയം എന്ന് മനസ്സിൽ കാണാൻ പറ്റും. ഇപ്പൊ അകത്തും പുറത്തും ഒരേ രീതിയിലാണെങ്കിൽ അത് നമ്മുടെ മനസ്സാണ് അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. അത് മറ്റൊരാളിനെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ് നമ്മളെവിടെ പിടിച്ചു നിർത്താൻ. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കണം, എങ്കിൽ മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റത്തുള്ളെന്ന് എൻ്റെ ഒരു വിശ്വാസം. കാരണം വരുമാനം ഇത് കളഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക്
ഒരു വർഷം ഒരു 6 മാസം ഇത് ജോയിൻ ചെയ്ത് 6 മാസം ആയപ്പോഴേ കളഞ്ഞിട്ട് പോകാമായിരുന്നു. പക്ഷെ ഇതിനകത്ത് സപ്ലിമെന്റ്സ് എല്ലാം ഉപയോഗിക്കുക, അതിന്റെ നൽപ്പം മനസ്സിലാക്കിയപ്പോഴും ഞാൻ വിചാരിച്ച എന്താ, ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ശരി, എനിക്ക് എന്നെ സംരക്ഷിക്കാൻ പറ്റുമല്ലോ, എന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും. ആ ഒറ്റ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം. പിന്നെ പെതുക്കെ ആദ്യമൊക്കെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് കേട്ടതാ, പക്ഷെ അതിലൊന്നും ഞാൻ തളർന്നില്ല. കാരണം ഒരാളിനെ മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി താമസം എടുക്കും. പക്ഷെ ഇപ്പം പെട്ടെന്ന് നമുക്ക് ഒരാളിനോട് സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് നമുക്ക് പോകുന്നിടത്ത് ഒരു പ്രൊഡക്റ്റെങ്കിലും കൊടുത്തിട്ട് വരാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ, അത് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രമാണ്. അല്ല ആ വിജയം ഒരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ ഇപ്പൊ നമുക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. സംസാരിച്ച് ഒരാളിനെ കൊണ്ട് ഒരു സാധനമെങ്കിലും എടുപ്പിച്ചിട്ടേ ഞാൻ വരത്തുള്ളൂ. ഇത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. ചിലപ്പം ചില ദിവസങ്ങളിൽ പോയാൽ നടക്കത്തില്ല. അന്നേരം നമ്മൾ നിരാശ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ന് കിട്ടിയില്ലേ നാളെ ഇന്നത്തേൻ്റെ കൂടെ ചേർന്ന് നമുക്ക് നാളെ കിട്ടും. പിന്നെ നമ്മളിവിടെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സുണ്ടെങ്കിൽ എന്ത് നേടിയെടുക്കാന്നുള്ള കാര്യം എനിക്കിപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ ചേച്ചി, സൂപ്പർ ചേച്ചി. ബോധ്യപ്പെട്ടു. ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പറ്റും ചേച്ചിക്ക് ആർക്കും ചെയ്തോട്ടെ ചേച്ചി ഇത്? ചേച്ചി എന്താ പറയേണ്ടത്? ചേച്ചി ഒന്നും ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല, ചേച്ചി ജോലിക്ക് പോയിട്ടില്ല, വീട്ടിലുള്ള ഒരു വീട്ടമ്മയാണ് അല്ലെ? ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ചെയ്യാച്ചെങ്കി ആർക്കും ചെയ്തൂടെ ഇത്? ആർക്കും ചെയ്യാം. കാരണം പിന്നെ മസ്റ്റായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ, മീറ്റിംഗ് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ പറയാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ്. അല്ലെ ഇന്നലെ ഒരു മീറ്റിംഗ് നമുക്ക് അപ്പൊ അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും വലിയ വലിയ വിജയങ്ങളിൽ എത്തട്ടെ. ഏതായാലും ഇനി ഞാൻ കളഞ്ഞിട്ട് പോകത്തുമില്ല. അത് ഈ ഉറപ്പാണ്. 3 വർഷം ഞാൻ പിടിച്ചു നിന്നെങ്കിൽ ബാക്കിയുള്ള വിജയം കണ്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഷുവറാണ് ചേച്ചി, എന്തായാലും വിജയം ഉണ്ടാവുന്ന ഉറപ്പാണ് ചേച്ചിക്ക്. നമ്മുടെ മെയില് പ്രോഗ്രാം ലീഡർഷിപ്പ് സമ്മിറ്റില് നമുക്ക് എല്ലാവർക്കും നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു അവാർഡ് വാങ്ങുന്നത് ചേച്ചി സ്വപ്നം എന്ന് എനിക്കറിയാം. ചേച്ചി എപ്പോഴും പറയും, ചേച്ചി മനസ്സിൽ കാണുന്നതും ചേച്ചിയുടെ സ്വപ്നങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കട്ടെ, എല്ലാം നടക്കട്ടെ. എന്റെ ആഗ്രഹം എന്താ, നമ്മുടെ ടീമിൽ ഇത്രയും പേരും കൂടെ ഒന്നിച്ചു ചേരണമെന്ന്. ആണോ? ഓഹോ. മറ്റൊരു ടീമിലും കേട്ടാത്ത ആ ഒരു ഇത് നമ്മുടെ ഒരു ടീമിനുണ്ടാവണം. നമ്മളെല്ലാരും ഒന്നിച്ചു പോകണമെന്ന്, എല്ലാരും അതിശയിപ്പിക്കുന്ന രീതിയില്. അതെ നടക്കും ചേച്ചി, നടക്കും. എല്ലാരും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി. ഇവിടെ എന്താ, മൈൻഡ് സെറ്റ് ഇസ് എവറിത്തിങ്. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. എന്താ നമുക്ക് വേണ്ടത്? മൈൻഡ് സെറ്റ്. അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നടക്കും, ഉറപ്പാണ്. എനിക്ക് ചെയ്യാൻ പറ്റും. എല്ലാം നടക്കും എന്ന് പറയാൻ കാരണം നമ്മളിപ്പോ മറ്റൊരാളിനെ പഴിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് വിജയിക്കണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കും. അല്ല അയ്യോ ഇത് നടക്കുവോ, ഇത്രയും നാളായി ഒരു പ്രയോജനവും ഇല്ല. ഈ ചിന്തയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സൂപ്പർ ചേച്ചി, സൂപ്പർ. ചേച്ചിയുടെ എക്സ്പീരിയൻസ് ചേച്ചി ഉള്ളെന്ന് പറയുന്ന വാക്കുകളാണ്. കണ്ടോ ചേച്ചിക്ക് ശരിക്കും അത്. അതുപോലെ തന്നെ ചേച്ചി അതുപോലെ തന്നെ ചേച്ചിക്ക് വണ്ടിയില്ല. അതെ ഇപ്പൊ കൃത്യമായി ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ചേച്ചി പിന്നെ ഓരോരുത്തരത്ത് വർക്കിന് പോയിട്ട് തന്നെ നടന്നു വരുന്നു. അത് ആഗ്രഹമാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വിജയം ചേച്ചിക്ക് വരാൻ തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് അപ്ലൈനെ മറ്റുള്ളവർ സഹായിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്, ആരും ഇരിക്കരുത്. സത്യത്തില് നമ്മുടേതായിട്ടുള്ള ഒരു കഴിവ് വരണമെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അതെ അത് ചിലപ്പോ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. അത് ഓക്കെ, നമുക്ക് അടുത്ത പ്രാവശ്യം ആരുടെയും ആദ്യത്തെ പെർഫെക്റ്റ് ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ഇനിയുണ്ടല്ലോ, ഓരോന്നും നമ്മൾ പഠിക്കും. ഇപ്പൊ ഈ പ്രാവശ്യം നമുക്ക് നല്ലൊരു വോളിയം കിട്ടി. ചിലപ്പം മാർച്ചിൽ ഇപ്പം വോളിയം കുറഞ്ഞു എന്ന് വിചാരിച്ച് അത് നമ്മൾ തള്ളിക്കളഞ്ഞിട്ടോ ആ ഒരു മനസ്സിലോട്ട് വരാതെ വീണ്ടും നമുക്ക് പറ്റും എന്നുള്ളതാകുമ്പോ അടുത്ത പ്രാവശ്യം ഇതിൽ ഇരട്ടിയായിട്ട് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, സാധിക്കും നമുക്ക്. അപ്പൊ സൂപ്പർ ചേച്ചി. അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്തു അല്ല പറയുക ചേച്ചിയുടെ വിജയം. നമ്മൾ ആഗ്രഹിക്കണം, പക്ഷെ പറയില്ലേ യൂണിവേഴ്സ് ഭയങ്കര പവർഫുള്ളാ. നമ്മൾ ചോദിച്ചാൽ കിട്ടും, ചോദിക്കണം. പക്ഷെ കരണ്ട കുട്ടികളൊക്കെ പാടുള്ളൂ പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ് നമ്മൾ ചോദിക്കണം. എനിക്ക് ഇന്ന പൊസിഷൻ ആവണം. നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ, നമ്മൾ പറഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും വേണം. അപ്പോ ഇനിയും ഒരുപാട് ഉയരങ്ങൾ ചേച്ചി വരാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു ബീനയുടെ സൂപ്പർ ലീഡർഷിപ്പ് തന്നെയാണ് ഇതിലൊക്കെ ബിഹൈൻഡ്.
എല്ലാവരെയും ഒരേപോലെ വില കൊണ്ട് നടക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അടുത്ത മാസത്തെ ഈ നമ്മുടെ ഇതുപോലെ അടുത്ത മാസം നമ്മൾ ഇരിക്കുമ്പോ നമുക്ക് ഇതിലുള്ള ഓരോരുത്തരും നല്ല വിജയം വെച്ചിട്ട് മുന്നിലേക്ക് വരാൻ പറ്റട്ടെ. എല്ലാവർക്കും പറ്റുന്ന ഉറപ്പാണ്. നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ മതി, എനിക്ക് പറ്റും, ഞാൻ അടുത്ത മാസം ഞാൻ ഉണ്ടാവും എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചു നോക്കിയേ, ഉറപ്പാണ് ഉണ്ടാവുന്ന കാര്യം. അത് മനസ്സിൽ വിചാരിക്കണം. പക്ഷെ കാര്യമില്ല, ഞാൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചത് കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം, എനിക്ക് അടുത്ത മാസത്തില് ഞാൻ ഉണ്ടാവണം. ഒരുപാട് നെഗറ്റിവിറ്റി, ഒരുപാട് കാര്യം ചാലഞ്ചസ് വരും. എപ്പോഴും ഉറപ്പല്ലേ, എന്ത് കാര്യം മുന്നിലേക്ക് പോകുമ്പോഴും ഒരുപാട് പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ മടുത്തു പോകും ചിലപ്പോൾ, നമുക്ക് ആകെ എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ധൈര്യം അത് വിടാതെ മുന്നിലേക്ക് പോകാൻ പറ്റും. നമ്മുടെ ആശപാവം ഇന്ന് ജോയിൻ ഇവിടെയാണ്, ഹോസ്പിറ്റലാണ്. അപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ആശ കേൾക്കണമെന്നറിയാം. ആശപോലത്തെ ലീഡറെ കിട്ടാനായിട്ട് നമുക്ക് എന്താ പറയാ, ആ ഒരു സ്പിരിറ്റ്, ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്യണ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എവിടെ പോകുമ്പോഴും അപ്ലൈൻ ഉണ്ടോ ഇല്ലയെന്നൊന്നും ആശ നോക്കില്ല. എവിടെയും പോകാൻ ആശ ചോദിക്കേണ്ട ആവശ്യമില്ല. ആശ തന്നെ എന്ത് ഒരു മീറ്റിംഗ് വെച്ചാലും ആശ അത് മുന്നിലേക്ക് ഞാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ആശ അത് തന്നെ ഉറപ്പിക്കും. അപ്പൊ അതൊക്കെ തന്നെയാണ്. അതുപോലെ എന്താണെങ്കിലും രാവിലെ മാത്രമല്ല, ഏത് മീറ്റിംഗും ആശ മുടങ്ങാണ്ടിരിക്കാൻ നോക്കും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നം, എല്ലാവരും വീട്ടമ്മമാരാണ്, എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ എങ്ങനെയാണ്, എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ എനിക്കിന്ന് രാവിലെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ട്, പക്ഷെ അപ്പൊ ഞാൻ ഓപ്ഷൻ നോക്കണം, എനിക്ക് ഇവിടെ ഇരിക്കാൻ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പറ്റിയത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഓപ്ഷൻ കിട്ടും. എല്ലാ ദിവസവും ഒരുപോലെ പറ്റിയതല്ല പറയുന്നത്, പക്ഷെ നമുക്ക് പറ്റും. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റും. ഇപ്പൊ രാവിലെ 6:30 വരുന്ന നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നോക്കിയേ, വരാൻ പറ്റും, ഉറപ്പാണ് വരാൻ പറ്റുന്ന കാര്യം. അതുപോലെ വൈകുന്നേരത്തെ മീറ്റിംഗ്, അത് കേട്ട് എനിക്ക് നോളജ് കൂട്ടാനുള്ളതാണ്. ഇങ്ങനെ വിചാരിക്കരുത് 24 മണിക്കൂർ മീറ്റിംഗ് കേട്ടിരിക്കും, അങ്ങനെയല്ല. നമുക്ക് പണി ചെയ്യുമ്പോൾ കേൾക്കാമല്ലോ. ഇത് നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കണത്. മറ്റേ നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ എത്ര നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു, എത്ര നോളജ് കിട്ടുന്നു, നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ സാലറി നമുക്ക് 30 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോ 1 ലക്ഷം 1 ലക്ഷം സാലറി കിട്ടുന്നത്, ഇതെനിക്ക് 2 ലക്ഷം ആവാൻ പോണില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് കുറച്ചുകൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരട്ടിയാവും, നമ്മൾ പോലും അറിയില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഒരു 1 ലക്ഷം കിട്ടുമ്പോ അല്ലെങ്കിൽ 50,000 കിട്ടുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് 30,000, 35,000, 40,000, 5,000, 10,000 അങ്ങനെ കിട്ടി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്വീറ്റ്നെസ്, അതിന്റെ ഒരു ഡിവൈൻ, അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, അത് ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന എന്റെ ബാങ്കിലേക്ക് വരുന്ന പൈസനേക്കാളും എത്ര ഡിഫറൻസ് അറിയോ? രണ്ടു ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് എനിക്ക് ഇത്ര പൈസ കയറിയിട്ടോ മോളെ എന്ന് വിളിച്ച് പറയുമ്പോ ഒരു സ്നേഹമുണ്ട്, ഒരു എന്താ പറയാ, അതിലൊരു നമ്മൾ കണ്ണു നിറഞ്ഞു പോയി അടിക്കില്ലേ. അതൊക്കെയാണ് ലൈഫിൽ ഭയങ്കര നമുക്ക് മനസ്സിൽ എടുത്തു വെക്കാൻ പറ്റിയ പറയില്ലേ, എനിക്ക് നമ്മൾ ആലോചിക്കുന്നതാണ്. ഇങ്ങനെ എനിക്ക് ഇത്ര പൈസ കിട്ടിയിട്ടോ എന്ന് പറയുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. താങ്ക് യു മാഡം എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട്, ഭയങ്കരമാണ്. നമ്മൾ വലിയ കാര്യം ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും അവർ കൂടെ നിൽക്കുമ്പോഴൊരു സ്നേഹ സന്തോഷമൊക്കെ ഉണ്ട്. ഞാൻ ഇതെല്ലാം ആരെയും നിങ്ങൾ കണ്ടിട്ടില്ല, അകലെ ഇതിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ദിവസം കാണണം അല്ലെ. എന്നും കണ്ടില്ല ഒരു വിഷമാണ്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമാണ്. ഇന്നത്തെ ദിവസത്തിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടെന്ന് തോന്നും. അതാണ് ഈ കൂട്ടായ്മയുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് എത്ര വയസ്സായാലും എത്ര വർഷം കഴിഞ്ഞാലും ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെ മീറ്റിംഗ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക. നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരെ വിജയിക്കാൻ, എന്റെ കൂടെ ഒരു 10 പേരെ വിജയിപ്പിക്കും, അല്ലെങ്കിൽ 100 പേരെ ഞാൻ വിജയിപ്പിക്കുന്നുണ്ട്. ഒരു ലക്ഷ്യം വെക്കുക. നമുക്കൊരു എല്ലാവരുടെ വീട്ടിൽ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും. അപ്പൊ ഞാൻ സപ്പോർട്ട് ചെയ്യാം, എനിക്ക് അറിയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഇന്ന് വന്ന ആൾക്ക് നാളെ വരുന്ന ഒരാളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? നമുക്കുള്ള കുഞ്ഞൊരു ഇൻഫർമേഷൻ, കുഞ്ഞൊരു അറിവ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരിനും കൂടെ കൂട്ടാൻ പറ്റും നമുക്ക്. അപ്പൊ മൈൻഡ് സെറ്റ് ഇസ് എവറിത്തിങ്. മനസ്സാണ് എല്ലാതും. നമ്മുടെ മനസ്സ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന ഉറപ്പാണ്. പക്ഷെ മനസ്സിൽ ഉറപ്പിക്കണം. എപ്പോഴും നമ്മുടെ ലക്ഷ്യം വെക്കുക, ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ഗോൾ ഇപ്പൊ എന്താണ്? മേലുള്ള ലീഡർഷിപ്പ് സമ്മിറ്റ്. അതിലേക്ക് നല്ലൊരു പൊസിഷനിൽ എത്തി നല്ലൊരു ഇൻകം വാങ്ങിച്ച് നമുക്ക് സ്റ്റേജിൽ കയറി നമുക്കൊരു അവാർഡ് വാങ്ങേണ്ടതല്ല കാര്യം. നമുക്ക് അതിനുള്ള പ്രോസസ്സ്, ആ പോണ വഴിയുണ്ടല്ലോ, അത് നമ്മളെ സ്ട്രോങ്ങർ ആക്കും. അപ്പൊ നമുക്ക് ഈ മാസത്തെ ഉള്ള അച്ചീവിനേക്കാളും ഒരുപാട് അച്ചീവേഴ്സ് അടുത്ത മാസം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. നമ്മളെല്ലാവരും നല്ല മനസ്സോടെ കൂടെ നല്ലൊരു ഡിവൈൻ കോസ്റ്റ് വേണ്ട നല്ലൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളത് അല്ലെ. അതുപോലെ നമുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും വിജയിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.